നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം മാനസാന്തരമാണ്. നമ്മൾ എന്താണ് മാനസാന്തരം എന്നുള്ളതിൽ നമ്മൾ 3 കാര്യങ്ങൾ കണ്ടായിരുന്നു. നമുക്ക് ഹൃദയത്തിൽ എൻ്റെ പാപത്തെ ചൊല്ലി എനിക്കൊരു അനുതാപം വരണം, ഒരു മനംമാറ്റം വരണം, എന്നിട്ട് ഞാൻ ദൈവത്തിലേക്ക് മനം തിരിയണം. 3, അതിനോട് ചേർന്ന് പോകുന്ന പ്രവൃത്തികൾ ചെയ്യണം. ഇത് 3 കൂടെ ചേരുന്നതിനെയാണ് മാനസാന്തരം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ മാനസാന്തരപ്പെടണമെന്നുള്ളതിൽ പൊതുവേ നമുക്ക് പറയാം പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെടണം. പക്ഷെ പാപം എന്ന് പറയുമ്പോൾ അതിനെ പിന്നെയും കൂടുതൽ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ 3 വിഷയങ്ങൾ. ഒന്നാമത്തേത് വിഗ്രഹങ്ങൾ, രണ്ടാമത്തേത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. എന്തുമായിരുന്നു കഴിഞ്ഞ ആഴ്ച കണ്ടേ? അകൃത്യങ്ങൾ. അതിന് വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ നിയമലംഘനങ്ങൾ. കർത്താവിൻ്റെ നിയമങ്ങൾ നമ്മൾ ലംഘിച്ചു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? അകൃത്യം എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തുമായിരുന്നു നിയമം? നിയമം നമ്മൾ എന്തുവാ പറഞ്ഞ? 10 കൽപ്പനകൾ അല്ലേ? 10 കൽപ്പന ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 10 കൽപ്പനകൾ എന്തുമായിരുന്നു 10 കൽപ്പനകൾ? ഒന്നാമത്തേത് ഏക ദൈവം, വേറെ ഒരു ദൈവവും പാടില്ല. രണ്ടാമത്തേത് ഈ ഏകദൈവത്തെ തന്നെ നമ്മൾ സത്യത്തിൽ ആരാധിക്കണം, സത്യ ആരാധന, അതായത് വിഗ്രഹാരാധന പാടില്ല. 3-ാമത്തെ കൽപ്പന എന്തുമായിരുന്നു? ബഹുമാനം, അവൻ്റെ നാമത്തെ നമ്മൾ ബഹുമാനിക്കണം. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കണ്ട കാര്യങ്ങളാണ്, നിങ്ങൾ ഓർക്കാൻ വേണ്ടി പറയുക. 4-ാമത്തെ കൽപ്പന എന്തുമായിരുന്നു? അവൻ്റെ ആരാധനാ ദിവസം, അത് ശബത്ത് എന്ന് പറയും. അപ്പോൾ ആരാധനാ ദിവസം അതിനെ ബഹുമാനിക്കണം. പിന്നെ 5-ാമത്തെ കൽപ്പന എന്തുമായിരുന്നു? 5-ാമത്തെ കൽപ്പന അപ്പനെ അമ്മയും അല്ലേ? അപ്പനമ്മ അധികാരികൾ ആരും ആവാം, ദൈവം വെച്ചിരിക്കുന്ന ഏത് അധികാരികളെയും നമ്മൾ ബഹുമാനിക്കണം. 6-ാമത്തേത് കൊല ചെയ്യരുത്. 7-ാമത്തേത് ലൈംഗിക പാപങ്ങൾ, വ്യഭിചാരം ചെയ്യരുത് അതെ, ലൈംഗിക പാപങ്ങൾ. 8 മോഷ്ടിക്കരുത്. 9 കള്ളസാക്ഷ്യം. പിന്നെ 10 മറ്റുള്ളവൻ്റെ ഒന്നും മോഹിക്കരുത്. അതെ. അപ്പം നമുക്ക് നമ്മുടെ നിങ്ങൾക്ക് ഇന്ന് തന്നിരിക്കുന്നതിനകത്തെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. മത്തായി 22:36 മുതൽ 40. ഏറ്റവും വലിയ കൽപ്പന ഏതാന്ന് ഒരാൾ ചോദിച്ചോണ്ട് വന്നു കർത്താവിൻ്റെ അടുക്കൽ. ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം. ഇതില് ഇപ്പൊ നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പറഞ്ഞു. ഇതിൽ ഏത് കൽപ്പന ഈ കർത്താവ് 1-ാമത്തെ 2-ാമത്തെ എന്നും പറഞ്ഞു? ഇതിലെവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ സ്നേഹിക്കണമെന്നും? പറഞ്ഞു മനസ്സിലായ? ചോദ്യം മനസ്സിലായ എല്ലാവർക്കും? ഏറ്റവും വലിയ കൽപ്പന ഏതാന്ന് ചോദിച്ചപ്പം 10 കൽപ്പനകളിലെ ഒരു കൽപ്പനയല്ല കർത്താവ് പറഞ്ഞത്. അതെന്താ അങ്ങനെ കർത്താവ് പറയാൻ കാരണം? ഈ ആദ്യത്തെ 4 കണ്ടോ നിങ്ങൾ? ഈ ആദ്യത്തെ 4 നമ്മൾ ചുരുക്കി പറഞ്ഞ എന്താണ്? ദൈവത്തെ സ്നേഹിക്കണം അല്ലേ? അവൻ മാത്രമേ ദൈവമായിട്ട് പാടുള്ളൂ. അവനെ ആരാധിക്കണം, അവൻ്റെ നാമത്തെ ബഹുമാനിക്കണം, അവൻ്റെ ആരാധന ദിവസത്തെ ബഹുമാനിക്കണം. അപ്പം എന്തോ അത്? ദൈവത്തെ സ്നേഹിക്കണം. ഇനി ബാക്കിയുള്ളത് എന്തോ? അപ്പം അപ്പനമ്മമാർ കൊല ചെയ്യരുത്, ലൈംഗിക പാപങ്ങൾ, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം, മോഹിക്കരുത്. ഇതെല്ലാം എന്തുവാ? നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കണം. അപ്പം ഈ 10 കൽപ്പനകൾ അപ്പം എന്തുവാ പറയുന്നത് നമ്മളോട്? സ്നേഹിക്കണം.
എങ്ങനെ സ്നേഹിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്, അല്ലേ? അടുത്ത വാക്യം വായിച്ച റോമാലേഖനം 13 അതിൻ്റെ 9-ഉം 10-ഉം. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത്. കണ്ടോ, ഇതെല്ലാം ഈ രണ്ടാമത്തെ പലക വരുന്നതാ, അല്ലേ? ഒന്നാമത്തെ പലകയിൽ ആദ്യത്തെ 4, പിന്നുള്ളതിൽ ഈ ബാക്കി 6. ഇതിലുള്ള കൽപ്പനകളൊക്കെയാ പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം മറ്റേത് കൽപ്പനയും സംശേഷിപ്പിച്ചിരിക്കുന്നു. ഇത് മറ്റുള്ളവനെ സ്നേഹിക്കുകയാണ്, ഇതെല്ലാ കൽപ്പനയും അതിനകത്ത് ഉള്ളടങ്ങി ഇരിപ്പുണ്ടെന്നായി പറയുന്നത്. വായിച്ചോട്ടെ. പ്രവർത്തിക്കുന്നില്ല. നിവർത്തി. കണ്ടോ, ഇതിന്റെ എല്ലാം നിവർത്തി സ്നേഹമാകുന്നു. അപ്പൊ ന്യായപ്രമാണം പാലിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക എന്ന് അർത്ഥം. നിങ്ങൾ സ്നേഹിക്കുകയാണ്, നിങ്ങൾ അപ്പനമ്മമാരെ ബഹുമാനിക്കും, കൊല ചെയ്യരുത്തില്ല, ലൈംഗിക പാപം ചെയ്യത്തില്ല, മോഷ്ടിക്കത്തില്ല, കള്ളൻ സാക്ഷ്യം പറയത്തില്ല, ഒരുവന്റെ ഒന്നും മോഹിക്കത്തില്ല. സ്നേഹിക്കാത്തോണ്ടാണ് അപ്പൊ കള്ളമൊക്കെ പറയുന്നത്. നമുക്ക് അന്യനോട് സ്നേഹമില്ല. അപ്പോൾ ന്യായപ്രമാണം രത്നച്ചുരുക്കത്തിൽ ഇതിനെ ചുരുക്കി പറഞ്ഞ എന്താ? ദൈവത്തെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മെപ്പോലെ സ്നേഹിക്കണം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച കണ്ടു, ഈ നിയമലംഘനങ്ങളെല്ലാം നമ്മൾ മാനസാന്തരപ്പെടണം. നമ്മുടെ സ്നേഹമില്ലായ്മ, നമ്മുടെ സ്നേഹക്കുറവെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 കാര്യങ്ങളും ചെയ്യണം. അനുതപിച്ച് ദൈവത്തിലേക്ക് മനം തിരിഞ്ഞ് അതിനോട് ചേർന്ന് പോകുന്ന പ്രവർത്തികൾ ചെയ്യണം. അപ്പം നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഈ സ്നേഹക്കുറവെല്ലാം മാനസാന്തരപ്പെട്ടോ? പെടണം. ഇത് ചുമ്മാ അറിവ് തരാനുള്ള ക്ലാസ് അല്ല, ഇത് നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ക്ലാസ്സാണ്. ഇതല്ലാതെ ചുമ്മാ അറിവ് പകർന്നു കേൾക്കാനല്ല, അല്ലേ? ജീവിതത്തിൽ നിങ്ങൾക്ക് രൂപാന്തരം കടന്നു വരണം. അപ്പോൾ നിങ്ങൾ വീട്ടിൽ പോയി ഇത് ധ്യാനിക്കണം. ദൈവത്തെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കാത്ത വിഷയങ്ങളെല്ലാം, വിഗ്രഹാരാധനയൊക്കെ ദൈവത്തെ സ്നേഹിക്കാത്തവരാണ് ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കയറി മെഴുകുതിരിയൊക്കെ കത്തിക്കുന്നവർ ദൈവത്തോട് സ്നേഹമില്ലാത്തവരാണ്. അതുപോലെ ഈ പാപങ്ങളെല്ലാം, അപ്പനമ്മമാരെ ബഹുമാനിക്കാത്തത്, കൊല ചെയ്യുന്നവർ, ലൈംഗിക പാപങ്ങൾ, മോഷ്ടിക്കുന്നവർ, കള്ളസാക്ഷ്യം പറയുന്നവർ, എന്തെങ്കിലും ഇതെല്ലാം അന്യനോട് സ്നേഹമില്ലാത്ത പാപങ്ങളാണ്. അതെല്ലാം എന്ത് ചെയ്യണം? ഞാൻ മാനസാന്തരപ്പെടണം. ഇനി 3-ാമത്തെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. എന്താണ് 3-ാമത്തെ വിഷയം? അടുത്ത വാക്യം എബ്രായർ 6:1. അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന കേട്ടോ, നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം. അടിസ്ഥാന ഉപദേശങ്ങളാണ് അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാനസാന്തരം, വിശ്വാസം, സ്നാനം, അതൊക്കെ തന്നെ നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത്. അതിലാദ്യം മാനസാന്തരം എന്തിൽ നിന്നാ? നിർജീവ പ്രവൃത്തികളിൽ നിന്ന്. അപ്പൊ കണ്ടോ, പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെടണമെന്ന് പറയുമ്പോൾ വിഗ്രഹങ്ങളിൽ നിന്നും നിയമലംഘനങ്ങളിൽ നിന്നും, ഇനി 3-ാമതായിട്ട് നിർജീവ പ്രവൃത്തികളിൽ നിന്ന്. എന്തുവാ ഈ നിർജീവ പ്രവൃത്തികൾ? എന്താ നിർജീവ പ്രവൃത്തികൾ? അത് ഈ വാക്ക് തന്നെ നോക്കാം. നിർജീവ എന്ന് പറഞ്ഞാൽ എന്തുവാ മലയാളത്തില്? ജീവൻ ഇല്ലാത്തത്, ജീവൻ ഇല്ലാത്ത. എന്തുകൊണ്ടാ ജീവൻ ഇല്ലാത്ത? ആരാ ജീവൻ? അടുത്ത വാക്യം യോഹന്നാൻ 14:6. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. അപ്പൊ ജീവൻ ആരാണ്? യേശു ക്രിസ്തു. അപ്പൊ യേശു ക്രിസ്തു ഇല്ലാത്ത പ്രവർത്തികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നിർജീവ പ്രവർത്തികൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ യേശു ക്രിസ്തുവിൽ ഉള്ള ആശ്രയമോ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമോ ഇല്ല, അല്ലേ? യേശുവിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? വിശ്വസിക്കണം, ആശ്രയവും. ഇത് രണ്ടുമില്ലാത്ത പ്രവർത്തിക്കാണ് നിർജീവ പ്രവൃത്തികൾ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ അടുത്ത വാക്യം ഒന്ന് വായിക്കണം. എബ്രായർ 9:13-14. ശ്രദ്ധിച്ചു കേൾക്കുക. എത്ര അധികം
അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ മനസ്സിലാകണമെന്നില്ല. പഴയ നിയമത്തിൽ യഹൂദന്റെ ആരാധനയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ മൃഗങ്ങളുടെ യാഗമൊക്കെ അർപ്പിച്ചാണ് അവർ ആരാധിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതുകൊണ്ട് എന്തില്ല, പൂർണ്ണമായിട്ട് നമുക്ക് മനസാക്ഷിക്ക് പാപത്തിൽ നിന്നുള്ള ക്ഷമ ലഭിക്കുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ രക്തത്തിലൂടെ അത് ലഭിക്കും. ഇതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എത്രമാത്രം കർത്താവിൻ്റെ രക്തം നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് പോക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ കേട്ടോ, ഈ നിർജീവ പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും മ്ലേച്ഛമായ കാര്യങ്ങളെക്കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? പഴയ യഹൂദന്റെ ആരാധനയെക്കുറിച്ചായി പറയുന്നത്. ആരാധന പാപമാണോ? ആരാധന പാപമാണോ? ആരാധന പാപമാണ് എപ്പോൾ? യേശുവിൽ വിശ്വാസം ആശ്രയമില്ലാത്ത ആരാധനയാണെങ്കിൽ. കേട്ടോ, അപ്പോൾ നമ്മൾ വിഗ്രഹാരാധനയും നിയമലംഘനവും ഒക്കെ നമ്മൾ മാനസാന്തരപ്പെട്ടു. ഇനി മാനസാന്തരപ്പെടേണ്ടത് എന്താണെന്നറിയാവോ? സ്വയനീതി. രക്ഷിക്കപ്പെടുമ്പോൾ പാപം മാത്രം മാനസാന്തരപ്പെട്ടാൽ പോരാ, നിങ്ങളുടെ ഭക്തിയും മാനസാന്തരപ്പെടണം. നിങ്ങൾ മാനുഷികമായിട്ട് മതപരമായിട്ട് യേശുവിൽ ആശ്രയിക്കാതെ വെച്ചു പോഴുന്നിരുന്ന എല്ലാ ഭക്തിയും മാനസാന്തരം. ഇതാണ് ഏറ്റവും കഠിനം. മനുഷ്യർക്ക് പൊതുവെ ഇത് ചെയ്യാൻ ഒരു താല്പര്യവുമില്ല. കാരണം എല്ലാവരുടെയും വിചാരം മതപരമായിട്ട് ഞാൻ കൂടിയ ആളാണ്. നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അഹങ്കാരമുണ്ട്, ഞാൻ വലിയ കൂടിയ ആളാണ്. ആ നീതിയൊന്നും എനിക്ക് മാനസാന്തരം പറ്റത്തില്ല. ഇവിടെ കണ്ടോ, എബ്രായറിൽ തന്നെ നമ്മൾ ആദ്യം വായിച്ച 6:1 നിന്നാണ് ഈ വാക്ക് നമുക്ക് കിട്ടിയത്. പിന്നീട് 9-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്, പഴയ കാലത്തെ ആരാധന അത് നിർജീവ പ്രവൃത്തികളിൽ നിന്ന് പോക്കത്തില്ല. വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ വ്യർത്ഥമായുള്ള, വ്യർത്ഥം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്തത്, വ്യർത്ഥമായ ആചാരങ്ങൾ. അങ്ങോട്ട് പോകുന്ന വഴിക്കൊരു മെഴുകുതിരി കത്തിച്ചു, ഇതൊക്കെ വ്യർത്ഥമായ ആചാരങ്ങളാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഇതിനൊന്നും. വെറും മതപരമായ ഭക്തി, മതപരമായ ഭക്തി. ഇത് ഞാൻ മാനസാന്തരപ്പെടണം. വ്യർത്ഥമായ, ഉപയോഗശൂന്യമായ, ചുമ്മാ ആളുകൾ പറയും നിങ്ങൾ വലിയ ദൈവഭക്തനാണെന്ന്, ദൈവം പറയത്തില്ല. ഉപയോഗശൂന്യമായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇത് മാനസാന്തരപ്പെടണം. നിർജീവ പ്രവർത്തികളിൽ നിന്ന്, യേശു ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കാത്ത, വചനപ്രകാരമല്ലാത്ത ഭക്തി, പ്രാർത്ഥന, നടപ്പ് എല്ലാം മാനസാന്തരപ്പെടണം. അപ്പം നിർജീവ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ചീത്ത പ്രവൃത്തിയല്ല, അകൃത്യം ചീത്ത പ്രവൃത്തിയാണ്. ലൈംഗിക പാപം, ക്രോധം, കോപം, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു, ജഡത്തിൻ്റെ പ്രവൃത്തികൾ. അതല്ല. ഇത് നമ്മുടെ ചുറ്റുമുള്ളവർ പറയും വലിയ ഭക്തിയാണെന്നൊക്കെ പറയും. പക്ഷെ യേശു ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള പ്രവൃത്തി അല്ല ഇത്. യേശു ക്രിസ്തുവിനോട് മത്സരമാണ്. എനിക്കും എന്നെ തന്നെ രക്ഷിക്കപ്പെടുത്താൻ പറ്റും, ഞാൻ പോയി കുറച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് വരാം, ഞാൻ പോയി ഒരു തീർത്ഥാടനത്തിന് പോയിട്ട് വരാം. അങ്ങനത്തെ മാനുഷികമായ സ്വയനീതി, എൻ്റെ സ്വയത്തിൽ ആശ്രയിച്ച് ഞാൻ നീതീകരണം നടത്താൻ നോക്കുകയാണ്. എനിക്ക് തന്നെ ഒരു നീതി ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നു എൻ്റെ ഭക്തിയിലൂടെ. അത് മാനസാന്തരപ്പെടണം. എന്നിട്ട് യേശു ക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കണം. ഇത് പൊതുവെ ആളുകൾക്ക് ഒരു സഭയിലും പ്രസംഗിക്കാറില്ല. പ്രസംഗിച്ചാൽ തന്നെ ഏറ്റെടുക്കാൻ, അയ്യോ ഭക്തിയൊക്കെ മാനസാന്തരപ്പെടണം, ഇത് എന്തോ ഈ പറയുന്നത്? മതപരമായ ഭക്തി മാനസാന്തരപ്പെടണം. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇത് മനസ്സിലാക്കണേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മനുഷ്യൻ മതം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ മതത്തിൻ്റെ പുറകെ, നമ്മൾ ക്രിസ്തുവിൻ്റെ പുറകെ. വ്യത്യാസമുണ്ട്. നിങ്ങൾ ഭൂമിയിലുള്ള ഏത് മതം എടുത്താലും ആ മതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു ഏണിയായിരിക്കും, ഒരു ഏണി. അപ്പോൾ അതിൽ പറയും നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ തീർത്ഥാടനത്തിന് പോകണം, മാലയിടണം, കൊന്ത എടുക്കണം, ഇങ്ങനെ മെഴുകുതിരി കത്തിക്കണം, ഇങ്ങനെ പ്രവർത്തികളാണ്. ഇതെല്ലാം പ്രവർത്തികൾ. സ്വന്തം ജഡത്തിൽ, സ്വന്തം ആശ്രയത്തിൽ നിങ്ങൾ പ്രവർത്തികൾ ചെയ്താൽ ഇങ്ങനെ പടി കയറി 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 മേളിലെത്തുമ്പം ദൈവം അല്ലെങ്കിൽ മോക്ഷം. കേട്ടിട്ടില്ലേ? ഇങ്ങനെ പ്രവൃത്തികളൊക്കെ ചെയ്ത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഏണി കയറി മേളിൽ ചെല്ലുമ്പോൾ മോക്ഷം കിട്ടും. അല്ലെങ്കിൽ മാനുഷിക മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുന്നത് ഒരു
ത്രാസ് അല്ലേ? ത്രാസ് അറിയാം എല്ലാവർക്കും, കടയിലൊക്കെ പോയാൽ ഈ സാധനം തൂക്കുന്ന ത്രാസ്. അപ്പോൾ ത്രാസിൽ ഇവിടെ എൻ്റെ നല്ല പ്രവർത്തികൾ അല്ലേ, എൻ്റെ സൽപ്രവർത്തികൾ, അതും പ്രവർത്തികളാണ് അല്ലേ, എൻ്റെ നല്ല പ്രവർത്തികൾ, ഇപ്പുറത്തെ എൻ്റെ ചീത്ത പ്രവർത്തികൾ. അപ്പോൾ ഏത് കൂടുതലാണോ അതനുസരിച്ചിരിക്കും എൻ്റെ നിത്യത അല്ലേ? ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഒന്നെങ്കിൽ ഒരു ത്രാസ് അല്ലേ ഒരു ഏണി. ഇതാണ് മാനുഷിക മതങ്ങളുടെ എല്ലാ അടിസ്ഥാനം. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് മണ്ടയിലെത്തുമ്പോൾ ദൈവം കിട്ടും, മോക്ഷം കിട്ടും. പിന്നെ ഇതിങ്ങനെ ആടി ഉലഞ്ഞ് ഏതാണോ കൂടുതൽ. എന്നാൽ ഇത് രണ്ടുമല്ല സുവിശേഷം, ഇത് രണ്ടുമല്ല. നിങ്ങൾ ചിലരൊക്കെ സുവിശേഷം പോലും ഇതുപോലെ പ്രവൃത്തികളാക്കി വെച്ചിരിക്കുക. സൺഡേ തോറും അവിടെ ആണ്ടൂർ കോണത്ത് വരണം, ഇവിടെ ബുധനാഴ്ച ഓടും വരണം. അത് പ്രവൃത്തിയാലല്ല. അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചുകൊണ്ട് തെറ്റിപ്പോയി കേട്ടോ, പ്രവൃത്തിയാലല്ല. എന്താണ് സുവിശേഷത്തിൻ്റെ ആധാരം? ക്രൂശാണ്. ക്രൂശ്, അതാണ് ഇപ്പോൾ വായിച്ചത്. യേശു നമ്മൾ പടി കയറി മേളി പോകുമ്പോഴല്ല ദൈവം താഴോട്ടിറങ്ങി വന്നു. കണ്ടോ, നമ്മളുള്ളിടത്തേക്ക് ദൈവം ഇറങ്ങി വന്നു. അല്ലാതെ മല കയറി നമ്മൾ മണ്ടേ ചെല്ലുമ്പോഴല്ല ദൈവം. പ്രവൃത്തികളെല്ലാം ചെയ്ത് എനിക്ക് പോയിന്റ് കൂടി ഞാൻ സ്വയനീതിയിൽ തികഞ്ഞവനാകുമ്പോഴല്ല എനിക്ക് ദൈവത്തെ കിട്ടുന്നത്. ദൈവം താഴോട്ടിറങ്ങി വന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ ചെയ്ത പ്രവൃത്തികൾക്കുള്ള അനന്തരഫലം അവൻ ക്രൂശിൽ എനിക്ക് വേണ്ടി വഹിച്ചു. അല്ലാതെ ഞാൻ പ്രവൃത്തി ചെയ്തല്ല എൻ്റെ പാപത്തെ നീക്കിയത്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഇനി ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. റോമാലേഖനം 5:18-19. ഏകലംഘനത്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പാപം, ആദാമ് പാപം ചെയ്തു. ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി. ആദ്യത്തെ നമ്മുടെ പിതാവായ ആദാം പാപത്തിൽ വീണതുകൊണ്ട് എന്ത് പറ്റി? മാനുഷിക രാശി മൊത്തം പാപത്തിലായി. ഇപ്പം നിങ്ങളുടെ അപ്പം പോയൊരു കടമെടുത്താൽ നിങ്ങളും കടക്കാരനാകത്തില്ലേ അപ്പം മരിച്ചു പോയി കഴിഞ്ഞാൽ? അല്ലാതെ കട വാങ്ങിച്ച ആളെന്ന് പറയുമോ അത് അപ്പനെ എടുത്ത മക്കളെ വെറുതെ വിടാം? ഇല്ല. നമ്മുടെ മുറ്റത്ത് വന്നിരിക്കും, കാശിടറ നിന്റെ അപ്പം എന്ന് പറഞ്ഞതുപോലെ കടക്കാരനായി നമ്മുടെ അപ്പൻ. അതുകൊണ്ട് നമ്മളെല്ലാവരും കടക്കാരായി അല്ലേ? നമുക്ക് ജന്മപാപമുണ്ട്, പിന്നെ ആ പാപം നമ്മൾ സ്വഭാവത്തിലൂടെയും കാണിച്ച് പാപിയാകുന്നുണ്ട് അല്ലെ? അപ്പോൾ ഏകലംഘനത്താൽ സകലർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതി. അത് കണ്ടോ? അപ്പൊ ഒരുവൻ വന്ന് നമുക്ക് എല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്തു? അനുസരിച്ചു. അതാരാ? അത് കർത്താവായ യേശു ക്രിസ്തു. വായിച്ചാട്ടെ. ഒരുത്തന്റെ ഒരു നീതിയിലൂടെ അവന്റെ അനുസരണത്തിലൂടെ നീതീകരണം. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പറഞ്ഞാട്ടെ, വായിച്ചാട്ടെ. ഒരുവന്റെ അനുസരണക്കേട്, ആദാമിന്റെ അനുസരണക്കേട് കാരണം എല്ലാരും പാപികളായി തീർന്നതുപോലെ ഒരുവന്റെ അനുസരണം, അതാരാണ്? യേശു ക്രിസ്തുവിന്റെ അനുസരണത്താൽ അനേകർ നീതിമാൻ. അപ്പൊ ഇവിടെ നീതിമാനാകുന്നത് സ്വന്തമായിട്ട് പ്രവൃത്തി ചെയ്ത് ഏണി കയറി അല്ല. കേട്ടോ? പറഞ്ഞു മനസ്സിലായോ? സ്വന്തമായിട്ട് നമ്മൾ ഭക്തിയുടെ ഓരോരോ പടിയെടുത്ത് വെച്ചല്ല നമുക്ക് നീതി കിട്ടുന്നത്. നമുക്ക് വേണ്ടി വേറൊരുവൻ അനുസരിച്ചെന്ന്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഇത് സമ്മതിക്കാൻ നമുക്ക് കഴിയത്തില്ല. നമുക്കുള്ളിൽ അഹങ്കാരമുണ്ട്. അത് പാവപ്പെട്ടവരൊന്നും കൂടിയവരൊന്നുമില്ല. ഒരിടത്ത് പോയി ഏത് മനുഷ്യനോട് ഇത് പ്രസംഗിച്ചാലും പിടിക്കത്തില്ല. അതങ്ങനെ ശരിയാവും. ഞങ്ങൾ വിചാരിച്ച് ഇവിടെ മീറ്റിങ്ങിനൊക്കെ വന്ന് ഞങ്ങൾക്ക് കുറച്ച് നീതിയൊക്കെ കിട്ടുമെന്ന്, ഞങ്ങൾ കുറച്ച് പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങി വന്നതാ. ഇല്ല, ഒരു പ്രവൃത്തിയും വേണ്ട കർത്താവിന്. നിങ്ങളെ കൊണ്ട് നിങ്ങളെ രക്ഷിക്കുവാൻ പറ്റത്തില്ല. ഒരുവൻ ഇറങ്ങി വന്ന്, നമ്മൾ മല കയറിപ്പോയതല്ല, ഒരുവൻ ഇറങ്ങി വന്ന് അവൻ അനുസരിച്ചത് നിമിത്തം നമുക്ക് നീതീകരണം ലഭിക്കും. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അവന്റെ അനുസരണത്തിൽ ആസ്പദമാക്കി നമുക്ക് കടമായിട്ട് അവന്റെ നീതി നൽകുകയാണ്. അപ്പൊ എനിക്കപ്പോൾ എന്തോ ഉണ്ട്? എനിക്കൊന്നുമില്ല. അതാണ് അടുത്ത വാക്യം, മത്തായി 5:3. ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. മതമാണ് എന്തോ പറയും? ആത്മീയതയിൽ പടി കയറി ഏണിയുടെ മണ്ടയിലെത്തുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് മോക്ഷമുണ്ട്. കർത്താവിന്റെ ആദ്യത്തെ പ്രസംഗം തുടക്കം ഇതാ: ആത്മാവിൽ പിച്ചക്കാരായവർക്ക് ഭാഗ്യമുണ്ട്, നിങ്ങൾക്ക് സ്വർഗം കിട്ടി. അതെന്താ കർത്താവ് അങ്ങനെ പറഞ്ഞേ?
ആ കടമായിട്ട് നീതി നമുക്ക് നന്നാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അല്ലാതെ എൻ്റെ നീതി കൊണ്ടല്ല ഞാൻ രക്ഷിക്കപ്പെടുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഞാൻ എല്ലാ സൺഡേയും സഭയിൽ വരുന്നുണ്ട്, ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതൊന്നും വെച്ചിട്ടല്ല ദൈവം നമ്മളെ നീതീകരിച്ച് നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെന്തുകൊണ്ടാണ്? ഒരുവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി അനുസരിച്ചത് നിമിത്തം അവൻ്റെ അനുസരണം കാരണം ദൈവം നമ്മളെ അംഗീകരിക്കുക. അപ്പം ഞാൻ സ്വന്തമായിട്ട് മതപരമായി ഉണ്ടാക്കിയെടുത്ത എൻ്റെ ഭക്തിയും സ്വയനീതിയൊക്കെ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. കർത്താവ് എൻ്റെ സ്വന്തം നീതി കൊണ്ടല്ല, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലും അനുസരണത്താലുമാണ് നീ ഇന്ന് എന്നെ അംഗീകരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. എന്തുകൊണ്ടാണ് പ്രാർത്ഥന ദൈവം കേൾക്കുന്നത്? ഇതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കും എപ്പോഴും? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ നാമത്തിൽ അങ്ങ് പ്രാർത്ഥിച്ചാൽ പോരായോ? അല്ലേ? അവിശ്വാസികൾ എങ്ങനെയാ പോയിട്ട് ഏതെങ്കിലും ഒരു ആലയത്തിൽ പെട്ടു എൻ്റെ നാമത്തിൽ തന്നെ അങ്ങ് പ്രാർത്ഥിക്കുക? അതാ എനിക്ക് എന്നെ അറിയാമല്ലോ, ഞാൻ തന്നെ അങ്ങ് പ്രാർത്ഥിക്കാം. നീ ആരാടാ? അത് ഞാൻ മറ്റേ ഏണിയിൽ 3-ാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്നവനാണ്. ആലയത്തിന് വേണ്ടി പൈസ ചിലവാക്കിയ ആളാണ്. ഞാൻ വന്ന് മെഴുകുതിരി കത്തിച്ച ആളാണ്. അതിലൊന്നും ഒരു കാര്യവുമില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ന് ചോദിക്കുകയാണ്. അതായത് പുത്രനെ അറിയാലോ, യേശുവിനെ. അവൻ്റെ പേരിൽ എന്നെയും കൂടെ ഒന്ന് കേൾക്കണേ. കണ്ടോ? അവനിൽ ആശ്രയം വെച്ചു. അവനിൽ ആശ്രയം വെച്ചിട്ട് കടമായിട്ട് നമുക്ക് നീതിമാനെന്നുള്ള പേര് കിട്ടുകയാണ്. അല്ലാതെ എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല. അപ്പോൾ അഹങ്കാരികൾക്ക് എന്തോ കിട്ടത്തില്ല? രക്ഷ കിട്ടത്തില്ല. കണ്ടോ? എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ താഴ്മയുള്ളവരായിരിക്കുന്നത്? അവർക്കറിയാം ഞങ്ങൾ പിച്ചക്കാരാണ്, ദൈവം ഭിക്ഷയായിട്ട് തന്നതാണ് രക്ഷ. ആത്മാവിൽ ദരിദ്രരായവർ എന്നവിടെ പറയുമ്പോൾ ആ യവന ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണെന്നറിയാമോ? ഈ ഭിക്ഷ ചോദിക്കുന്ന ഇങ്ങനെ കുനിയത്തില്ലേ, ആ കുനിയുന്ന ആ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദരിദ്രർ എന്നുള്ള വാക്കല്ല. ആത്മാവിൽ കുനിയുന്നവർ, ആത്മാവിൽ പിച്ച ചോദിക്കുന്നവർ ഭാഗ്യവാന്മാർ. അല്ലാതെ നേരത്തെ കാണിച്ച പോലെ ഏണി ചവിട്ടിക്കേറി അങ്ങ് മണ്ടേ പോയവരല്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിനു മുമ്പ് മതപരമായി വിശ്വസിച്ചു വെച്ച എല്ലാ സ്വയനീതിയും മാനസാന്തരപ്പെടണം. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചെയ്ത മതപരമായുള്ള എല്ലാ പ്രവൃത്തികളും മാറ്റിവെക്കണം. അതൊന്നുമല്ല എനിക്ക് രക്ഷയ്ക്ക് കാരണമായത്. അയ്യോ, അപ്പോൾ അതെല്ലാം എടുത്തു കളഞ്ഞ, ഞാൻ തീർത്ഥാടനത്തിന് പോയതും മെഴുകുതിരി കത്തിച്ചതും അവിടെ പോയതും ഇവിടെ പോയതും ഒക്കെ എടുത്തു കളഞ്ഞാൽ പിന്നെ എനിക്കെന്തോ ഉണ്ട്? ക്രിസ്തു, യേശുവിൽ നീതിയുണ്ട്. അത് മതിയെന്ന് പൂർണ്ണ ബോധ്യത്തോടെ പറയുമ്പോൾ മാനസാന്തരമായി. അനുതാപം കടന്നു വരണം. ഞാൻ ഇതിനു മുമ്പേ ഭക്തിപരമായി ചെയ്തതെല്ലാം തെറ്റായിരുന്നു, ഞാൻ എൻ്റെ പ്രവൃത്തി കൊണ്ട് എനിക്ക് എൻ്റെ രക്ഷിതാവാകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചു, അല്ലേ? എനിക്ക് തന്നെ എന്നെ രക്ഷിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിച്ച് പ്രവൃത്തി ചെയ്തു, തെറ്റിപ്പോയി. കർത്താവേ, അനുതാപം വന്നിട്ട് ദൈവത്തിലേക്ക് തിരിയണം. കർത്താവിൽ മാത്രമേ എനിക്ക് നീതിയുള്ളൂ. എന്നിട്ട് അതിനൊത്തവണ്ണം പ്രവർത്തിക്കണം. പിന്നെ മെഴുകുതിരിയും തീർത്ഥാടനത്തിനൊന്നും പോവരുത്. പിന്നെ അങ്ങനത്തെ പ്രവൃത്തികളുടെ പുറകെ പോകരുത്. യേശു ക്രിസ്തുവിൽ എനിക്ക് പരിപൂർണ നീതീകരണം ലഭിച്ചിരിക്കുന്നു. അവനെപ്പോലെ എന്തായാലും നിങ്ങൾ ഒരു കാലത്തും അനുസരിക്കാൻ പോകുന്നില്ല. കർത്താവ് പാപം ചിന്തിച്ചിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അതിൻ്റെ 7 അയലത്ത് നമ്മൾ ആരും ഒരിക്കലും വരാൻ പോകുന്നില്ല. പരിപൂർണ അനുസരണത്തിലൂടെയുള്ള പരിപൂർണ നീതീകരണം യേശുവിൽ കടമായിട്ട് നൽകുമ്പോഴാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെയും കൂടെ ഇച്ചിരി വേണേൽ ചേർക്കാൻ കർത്താവേ, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് സ്വയനീതി എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. ഈ സ്വയനീതി മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി എങ്ങനെ സംസാരിക്കുമെന്ന് ചോദിച്ചാൽ അതാണ് ഇനിയുള്ള 2 വാക്യങ്ങൾ. റോമാലേഖനം 7:18. ഇത് രണ്ടും പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസാണ്. പൗലോസിനെ കുറിച്ച് നിങ്ങൾ അറിയണം, യഹൂദ പണ്ഡിതനായിരുന്നു, പരീശനായിരുന്നു, എന്ന് പറഞ്ഞാൽ ഒരു തീവ്രവാദിയായിരുന്നു. രണ്ടും ഉണ്ടായിരുന്നു. മതപരമായിട്ട് വളരെയധികം പുകഴുവാൻ കാരണമുള്ള തികഞ്ഞ ഒരു ഭക്തനായിരുന്നു ഈ പറയുന്ന അപ്പോസ്തലനായ പൗലോസ്. പക്ഷെ പുള്ളി മാനസാന്തരപ്പെട്ടപ്പോൾ എന്തോ പറഞ്ഞേ? റോമാലേഖനം 7:18. ആ ആ ആ ആ കണ്ടോ? സ്വന്തം ജഡത്തെക്കുറിച്ച് ശരിയായ വെളിപ്പാട് കിട്ടി. മറ്റേ അഹങ്കാരി വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നെ കൊണ്ട് പറ്റും, ഞാൻ പോയ ഒരു 3-4 ഭക്തിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാനല്ല പിന്നെ ആര് സ്വർഗത്തിൽ പോകും, അല്ലേ? ഞാൻ പോയില്ല പിന്നെ ആരാ ഇവിടെ സ്വർഗത്തിൽ പോകുന്നുള്ള അഹംഭാവത്തിൽ ഇരിക്കുന്നവനാണ്. ഇത് കണ്ടോ? പൗലോസ് പറയാണ്, എന്നിൽ എൻ്റെ ജഡത്തിൽ ഒരു നന്മ. നമ്മൾ കേട്ടാത്തൊന്നും പറയുന്നവൻ എന്തോ വലിയ എന്താ പറയുക, കൂട്ട ബലാത്സംഗമൊക്കെ ചെയ്തേച്ച് വന്നിരിക്കുന്ന ഏതോ ഒരു റൗഡിയാണെന്ന് തോന്നും. പക്ഷെ ഈ പറയുന്നത് ആരാണ്?
പഴയ നിയമത്തിലെ വലിയൊരു ഭക്തനായ വ്യക്തി, അതായത് യഹൂദ മതത്തിൽ വളരെ തീക്ഷ്ണതയോടെ നടന്നൊരു വ്യക്തി. പുള്ളി ഒരു ഭാഗത്ത് പറയുന്നത്, എനിക്ക് മനസാക്ഷിയിൽ ഒരു പാപത്തെക്കുറിച്ചൊരു ബോധമില്ലായിരുന്നു. അത്രയ്ക്ക് എന്താ പറയുക, വിശുദ്ധമായ ജീവിതം നയിച്ച വ്യക്തി പറയാണ്, എൻ്റെ ജഡത്തിൽ ഒരു നന്മയുമില്ലല്ലോ, ഒരു നന്മയുമില്ല. അത് പറയാൻ പറ്റുന്ന ദിവസം നിങ്ങളിത് പഠിച്ചു. പല വിശ്വാസികൾക്കും ഇത് പറയാൻ പറ്റത്തില്ല. അവർ ഈ വചനമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. 10-30 വർഷമായി വിശ്വാസത്തിൽ വന്നിട്ട് ഇതുവരെ അത് വിശ്വസിച്ചിട്ടില്ല. എൻ്റെ ജഡത്തിൽ ഒരു നന്മയുമില്ല, കാട്ടുകള്ളം വീരപ്പനും ഞാനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന വിശ്വാസികൾ വളരെ കുറവാണ്. അതെങ്ങനെ അറിയാൻ പറ്റും? ഒരു പാപം ഒരു സഭയിൽ ഒരാൾ ചെയ്യുമ്പോൾ കാണാം, ഈ ധാർഷ്ട്യമൊക്കെ അങ്ങോട്ട് വരും. കണ്ടില്ലേ ഒരു പാപം ചെയ്ത്. ഇത് തെളിയിക്കുന്നതാണ് നിങ്ങളുടെ വിചാരം നിങ്ങളുടെ ജഡം എന്തോ വേറെ ഇവിടുന്ന് വന്നതാണ്, മറ്റവൻ്റെ ജഡം ആദാമിൽ നിന്ന് വന്നതാണ്, എൻ്റെ ജഡം മറ്റേ കൂടിയെടുത്തുനിന്ന് വന്നതാണ്. അങ്ങനത്തെ അഹംഭാവം ഉള്ളവന് ഇത് ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ പറയാൻ പറ്റത്തില്ല, കർത്താവേ എൻ്റെ ജഡത്തിൽ ഒരു നന്മയുമില്ല, ഈ ലോകത്തിലെ ഏറ്റവും കൊടും പാപിയും ഞാനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, അവന് കിട്ടിയ സാഹചര്യം എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തില്ല. അപ്പം ആ ബോധ്യം വരണം. സ്വയനീതിക്ക് എൻ്റെ സ്വയത്തിൽ, എൻ്റെ ജഡത്തിൽ എനിക്ക് നീതി ലഭിക്കുവാൻ ഒരു വകയുമില്ല, എൻ്റെ ജഡം കൊണ്ട് ഒരു നീതിയും എനിക്ക് പ്രാപിക്കാൻ കഴിയില്ലെന്ന് നമ്മൾ പിള്ളേർ കളിക്കുമ്പോൾ പറയില്ലോ, സുല്ല് പറയണം. എന്നെ കൊണ്ട് പറ്റത്തില്ല. അത് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയണം. ഇനി അടുത്ത വാക്യം, ഫിലിപ്പിയ ലേഖനം 3:9-11. ഈ ആഴ്ച കാണാപ്പാഠം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വാക്യം കാണാ പഠിക്കുക. ഫിലിപ്പിയ ലേഖനം 3:9-11. ക്രിസ്തുവിനെ നേടേണ്ടതിന്, ശ്രദ്ധിച്ചു കേൾക്കണമേ, ന്യായപ്രമാണത്തിലൂടെയുള്ള സ്വന്തം നീതി എനിക്ക് വേണ്ട. അപ്പൊ ന്യായപ്രമാണം എന്തുവായിരുന്നു? നേരത്തെ കണ്ട 10 കൽപ്പനകൾ സ്വന്തമായിട്ട് അനുസരിച്ച് എനിക്കൊരു നീതി വേണ്ടെന്ന്. അപ്പൊ ഇയാൾ ഭക്തനാണോ? അല്ലേ? നിങ്ങളുടെ ഒരാൾ വന്നിട്ട് പറയും എനിക്ക് അനുസരിച്ചുള്ള നീതി വേണ്ടെന്ന്. നമ്മളെന്താ പറയും? ഇയാളെന്തോ ശരിയായ വിശ്വാസം അല്ലെന്ന് തോന്നുന്നു. പക്ഷെ അവിടെ തീർക്കുന്നില്ല. തൊട്ട് വായിച്ചേ, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് കൊടുക്കുന്ന കണ്ടോ, എന്തു വേണ്ട? എനിക്ക് സ്വന്തം നീതി വേണ്ട. കൽപ്പനകൾ അനുസരിച്ച് ഞാൻ തന്നെ പ്രവർത്തിച്ച് എൻ്റെ സ്വയത്തിൽ ആശ്രയിച്ചുള്ള സ്വയനീതി എനിക്ക് വേണ്ട. പകരം എങ്ങനെ? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം കടമായിട്ട് കൊടുക്കുന്ന നീതി മതി. ഇത് പറയുന്നവനാണ് ഈ വിഷയത്തിൽ മാനസാന്തരപ്പെടുന്നത്. എൻ്റെ ജഡത്തിൽ ഒരു നന്മയുമില്ല, എനിക്ക് അനുസരിച്ച് കിട്ടുന്ന നീതി വേണ്ട, കർത്താവിൽ സൗജന്യമായിട്ട് നൽകപ്പെടുന്ന, ഭിക്ഷ ചോദിക്കുമ്പോൾ കിട്ടുന്ന നീതി മതി. തുടർന്ന് വായിച്ചാട്ടെ. അങ്ങനെ അവനിലിരിക്കേണ്ടതിനും അങ്ങനെ അവന്റെ എല്ലാ അനുഭവങ്ങളുമായിട്ട് ഏകീഭവിച്ച് ചേർന്ന് വന്ന് വല്ല വിധേനയും പുനരുദ്ധാനം പ്രാപിക്കേണ്ടത്, അതായത് അവസാനം രക്ഷിക്കപ്പെടണം. അതിന് ബാക്കി വായിച്ച ഇതെല്ലാം നേടേണ്ടതിന് ഞാൻ അവസാനമായിട്ട് എന്ത് ചെയ്യുന്നു? ക്രിസ്തു ഒഴിച്ച് ബാക്കി എല്ലാത്തിനെ ചവറെന്നെണ്ണുന്നു. നേരത്തെ പറഞ്ഞ പോലത്തെ മെഴുകുതിരി കത്തിക്കലും തീർത്ഥാടനം പോകുന്നതിനും എല്ലാം എന്തോ ആ കർത്താവിൻ്റെ ദാസം വിളിക്കുന്നത് ചവറെന്ന് വിളിക്കുന്നു. ഇവിടെ ഈ ചവറെന്ന് മലയാളം ബൈബിളിൽ വളരെ വൃത്തിയായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്താ മൂലഭാഷയിലെ വാക്കെന്നറിയാവോ? ക്രിസ്തുവിനെ എണ്ണിക്കൊണ്ട് മറ്റേതിനെല്ലാം മലമെന്ന് വിളിക്കുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കതാണ്, മലം. അയ്യോ, മെഴുകുതിരി കത്തിക്കുന്നതും മതപരമായ ഭക്തിയൊക്കെ അതാണോ? അതാണ്. എന്തുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ക്രിസ്തുവിനെ ഓർത്തുകൊണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു, അവനെ ഓർത്തുകൊണ്ട് ഞാൻ മറ്റേതിനെല്ലാം ചവറെന്നെണ്ണുന്നു. ചവറായിട്ട് എണ്ണം. സ്വയനീതി, മതപരമായ ഭക്തി. നമ്മൾ സാധാരണ മാനസാന്തരവും ചിന്തിക്കുമ്പോൾ പാപത്തിലേക്ക് ചിന്തിക്കും. പാപം എന്ന് ചിന്തിക്കുമ്പോൾ ഉടനെ ചിന്തിക്കുന്നത് ദുർമാർഗത്തിൽ നടക്കുന്നതും ദുർനടപ്പും കള്ളം പറയുന്നതും മാത്രമേ ഉള്ളൂ. നമുക്ക് അതാണ് പാപം. ഇതും പാപമാണ്. കർത്താവിൽ ആശ്രയിക്കാതെ സ്വന്തം നീതിയിൽ രക്ഷിക്കപ്പെടാമെന്ന് ചിന്തിക്കുന്ന ഭക്തന്മാരുടെ പാപവും മാനസാന്തരപ്പെടണം. അപ്പം ആരുമില്ല നല്ല പിള്ള.
ലോകത്തിൻ്റെ വഴി നടന്നവനും മതത്തിൻ്റെ വഴി നടന്നവനും രണ്ടും മാനസാന്തരപ്പെടണം. രണ്ടുപേരും മാനസാന്തരപ്പെടണം. ക്രിസ്തുവിനെ എണ്ണിക്കൊണ്ട് മറ്റേതിനെ മലിനമെന്ന് എണ്ണണം. കണ്ടോ? അപ്പം ജഡത്തിൽ ഒരു നന്മയുമില്ല, സ്വന്തം നീതി വേണ്ട, ക്രിസ്തുവിൽ ലഭിക്കുന്ന നീതി മതി. ഇങ്ങനാണ് നിർജീവ പ്രവൃത്തികളെ രക്ഷ ഉളവാക്കുവാൻ ജീവനില്ലാത്ത പ്രവൃത്തികൾ, നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെടാമെന്ന് ചിന്തിച്ച പ്രവൃത്തികളൊക്കെ നിർജീവ പ്രവൃത്തികളാണ്. അതിൽ ജീവനില്ല, അതിൽ യേശുവില്ല. അത് വിശ്വാസത്താലും ആശ്രയത്താലും അല്ല. കടം കിട്ടുന്ന, ഭിക്ഷ ചോദിക്കുന്ന നീതിയല്ല, സ്വന്തം പ്രവൃത്തികളിലൂടെ നിങ്ങൾ രക്ഷിക്കപ്പെടാമെന്ന് ചിന്തിച്ചു. ആ നിർജീവ പ്രവൃത്തികൾ മാനസാന്തരപ്പെടണം. അപ്പോൾ വിഗ്രഹാരാധന മാനസാന്തരപ്പെടണം, ചീത്ത പ്രവൃത്തികൾ, കർത്താവിൻ്റെ നിയമലംഘനങ്ങൾ മാനസാന്തരപ്പെടണം. പിന്നെ അവസാനം സ്വന്തം നീതി. ഇതാ വളരെ കഠിനം. സ്വയനീതിയിലുള്ള നമ്മുടെ ആശ്രയം, മതപരമായ ഭക്തി, അത് ആശ്രയിക്കരുത്. അതിൻ്റെ അർത്ഥം അശുദ്ധി ജീവിക്കാമെന്നല്ല. വിശ്വാസി വിശുദ്ധമായിട്ട് ജീവിക്കും, പക്ഷെ അവൻ അതിലല്ല അവൻ്റെ രക്ഷ കണ്ടെത്തുന്നത്. രക്ഷയുടെ ആധാരം ക്രിസ്തു. പറഞ്ഞു മനസ്സിലായോ? ഇപ്പം ഞാനൊരു അനാഥനായിരുന്നു, എന്നെ എൻ്റെ അപ്പൻ ദത്തെടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു നീ അനുസരിച്ച് ജീവിക്കണമെന്ന്. ഞാൻ അനുസരിക്കുന്നത് അവൻ ദത്തെടുക്കാൻ വേണ്ടിയിട്ടല്ല, ദത്തെടുത്ത് കഴിഞ്ഞതുകൊണ്ട് നന്ദി സൂചകമായിട്ട് അനുസരിക്കും. അതുകൊണ്ട് വിശ്വാസികൾ വിശുദ്ധ ജീവിതം നയിക്കും, ഭക്തി ജീവിതം നയിക്കും. കർത്താവ് നീതീകരിക്കാൻ വേണ്ടിയിട്ടല്ല, നീതീകരിച്ചത് കൊണ്ട് ഭക്തിയിൽ ജീവിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? പ്രവൃത്തിയാലല്ല രക്ഷ, സൗജന്യമായിട്ട് യേശു ക്രിസ്തുവിൽ ലഭിക്കുന്ന നീതീകരണത്തിലൂടെയാണ്. അപ്പോൾ സ്വയനീതി, നമ്മളൊക്കെ പഠിച്ചു വച്ചിരിക്കുന്ന പല അന്ധവിശ്വാസവും പല മതപരമായ ഭക്തിയൊക്കെ മാനസാന്തരപ്പെടണം. ഇനി അവസാനമായിട്ട് എങ്ങനെ മാനസാന്തരപ്പെടാം? കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വാക്യം കണ്ടു. ആ വാക്യം തന്നെ ഒന്നുകൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ആഴ്ച റോമാലേഖനം 2 നമ്മളൊരു കാര്യം കണ്ടു. അത് ഈ പ്രാവശ്യവും ഞാനത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം സമകാലിക മലയാളം തർജിമ എന്ന് പറയുന്ന എളുപ്പമായിട്ട് വായിക്കാവുന്ന ഒരു മലയാളം ബൈബിളുണ്ട്. അതിലെ വാക്യമാണ് എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് അല്പം വ്യത്യാസമുണ്ട്. അത് റോമാലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ആ ആ ആ ആ ആ ആ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചപ്പോൾ ദീർഘശാന്തി, പിന്നെ ദീർഘക്ഷമ, ഇതെല്ലാം കൂടെ കൺഫ്യൂഷനായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേറൊരു ട്രാൻസ്ലേഷൻ, സഹിഷ്ണുത, അതായത് കർത്താവ് ക്ഷമിച്ച് കാത്തിരിക്കുക മാത്രമല്ല നമ്മുടെ പാപങ്ങളൊക്കെ സഹിച്ചും കൂടെ കാത്തിരിക്കുക. സഹിഷ്ണുതയുണ്ട്, ദീർഘക്ഷമയുമുണ്ട്. അപ്പോൾ അത് എന്താ നമ്മൾ അതിൽ നിന്ന് പഠിച്ചത്? ദയ. ദൈവത്തിൻ്റെ ദയയാണ് നമുക്ക് എന്തുളവാക്കുന്നത്? മാനസാന്തരം ഉളവാക്കുന്നത്. ദൈവത്തിൻ്റെ ദയ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഹൃദയം അലിയും. ഇത്രത്തോളം ദയാലുവായ ഒരു ദൈവമാണല്ലോ ഞാൻ പാപം ചെയ്ത് വേദനിപ്പിച്ചതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് മാനസാന്തരം. ശരി, അപ്പോൾ ആ ദയ മനസ്സിലാക്കുമ്പോൾ മാനസാന്തരം എങ്ങനെ ഉളവാകും എന്നതാണ് അടുത്ത വാക്യം. 2 കൊരിന്ത്യർ 7:10. ദൈവഹിതപ്രകാരമുള്ള അനുതാപം ആ ഖേദിക്കേണ്ടി വരുന്നില്ല. ആ അപ്പൊ 2 രീതിയിലുള്ള ദുഃഖമുണ്ട്. ഒന്ന് ലൗകിക ദുഃഖം, മറ്റേത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. അപ്പോൾ ദൈവത്തിൻ്റെ ദയ ഞാൻ മനസ്സിലാകും തോറും എനിക്ക് എന്തുണ്ടാകും? അനുതാപം അല്ലെ ദുഃഖം വരും. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം വരും. എന്ത് ദുഃഖമാണ് അത്? അയ്യോ, ഇത്രയും നല്ല ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചല്ലോ അല്ലെ. ആ ദുഃഖം എന്തുളവാക്കും? മാനസാന്തരം ഉളവാക്കും അല്ലെ. അതെന്തിലേക്ക് നയിക്കും? രക്ഷയിലേക്ക് നയിക്കും എന്നല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ലൗകിക ദുഃഖമുണ്ട്, സാധാരണ മനുഷ്യർക്കൊക്കെ വരുന്നത്. നമ്മൾ പോയി ഒരു കുറ്റം പറഞ്ഞാൽ അവർക്ക് അയ്യോ കുറച്ചിലായിപ്പോയി. ആ ദുഃഖമല്ല ഈ ദുഃഖം. ഇത് എൻ്റെ പാപം നിമിത്തം ദൈവത്തിനുണ്ടായ ദുഃഖമോർത്ത് എനിക്ക് ദുഃഖം വരികയാണ്. പറഞ്ഞാൽ മനസ്സിലായോ? എൻ്റെ പാപം നിമിത്തം ദൈവത്തിനുണ്ടായ വേദനയെക്കുറിച്ച് എനിക്ക് ദുഃഖം. അല്ലാതെ എൻ്റെ പാപം നിമിത്തം അയ്യോ ഞാനിനി നരകത്തിൽ പോയി കിടക്കുമല്ലോ, എനിക്ക് അനന്തര ഫലങ്ങൾ സഹിക്കേണ്ടി വരുമല്ലോ എന്നുള്ള സ്വാർത്ഥ ദുഃഖമല്ല. അതാണ് ലൗകിക ദുഃഖം അല്ലേ. നിങ്ങൾ പാപം ചെയ്ത് നിങ്ങൾ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ദുഃഖം വരും. ആ ദുഃഖമല്ല മാനസാന്തരം. എൻ്റെ പാപം കാരണം എൻ്റെ അപ്പനുണ്ടായ വേദനയെ ചൊല്ലി എനിക്ക് ദുഃഖം വരും. എൻ്റെ പാപം കാരണം അവനെന്തുമാത്രം വേദന വന്നു.
അതാണ് ശരിയായ അനുതാപം. അതിനെന്തറിയണം? ദൈവത്തിൻ്റെ ദയ അറിയണം, ദൈവത്തിൻ്റെ സ്നേഹം അറിയണം. എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന അപ്പനെയാണല്ലോ ഞാൻ ഇത്രത്തോളം വേദനിപ്പിച്ചെന്നറിയണം. അല്ലാതെ എൻ്റെ പ്രവൃത്തി ചീത്തയായിരുന്നു എന്ന് മാത്രം അറിഞ്ഞാൽ പോരാ. മനസ്സിലായോ? എന്നെ ഇത്രത്തോളം ദയോടെ സ്നേഹിക്കുന്ന ദൈവത്തെ ഞാൻ ഇത്രത്തോളം വേദനിപ്പിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അനുതാപം വരും. അതെന്നെ ഈ പാപം വിട്ടുകളയാൻ, മാനസാന്തരപ്പെടുവാൻ എന്നെ സഹായിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഇനിയും ഇനിയും രുചിച്ചറിയണം. അപ്പോൾ ദയ മാനസാന്തരത്തിലേക്ക് നമ്മളെ നയിക്കും. അപ്പോൾ മാനസാന്തരം ഈ ആഴ്ചത്തോടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ മാനസാന്തരം തീർന്നെന്നല്ല, നമ്മൾ അടുത്ത വിഷയങ്ങളിലേക്ക് കടക്കാതിരിക്കുന്നു. പക്ഷേ ഇതെപ്പോഴും മനസ്സിൽ വെച്ചോണം, ഇതാണ് അടിസ്ഥാനം. പല വിശ്വാസികളും വളരാത്തതിൻ്റെ കാരണം വിശ്വാസത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കാൻ അറിയാം, മാനസാന്തരം ഒന്നും അടിസ്ഥാനം ഇട്ടിട്ടില്ല. ഇതൊന്നും ഇതുവരെ മാനസാന്തരപ്പെടാത്ത വിശ്വാസികളുണ്ട്. വിഗ്രഹങ്ങളും അകൃത്യങ്ങളും നിർജീവ പ്രവൃത്തികളും ഒന്നും മാനസാന്തരപ്പെട്ടിട്ടില്ല. പിന്നെന്തോ മീറ്റിങ്ങിന് വരാൻ തുടങ്ങി, അതാണ് മാനസാന്തരം. അതൊരു മാനസാന്തരമേ അല്ല. നിങ്ങൾ പിന്നെയും മതപരമായ ഭക്തി വെച്ച് പുലർത്തുന്നേ ഉള്ള അതിൻ്റെ അർത്ഥം. മതപരമായ ഭക്തി മാനസാന്തരം അല്ല. നിങ്ങൾ പണ്ട് ആ ആലയത്തിൽ പോയിരുന്നു, ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. ഓ ശരി, നല്ല കാര്യം. അത് വെറും മതപരമായ ഭക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗുണവും ഇല്ല. ഹൃദയത്തിൽ വിശ്വാസവും ആശ്രയവും വരണം. ഹൃദയത്തിൽ നിന്ന് ഇതൊക്കെ നീങ്ങണം. എൻ്റെ ദൈവത്തിന് ഞാൻ കൊടുത്ത വേദന ഓർത്ത് അവനെ ചൊല്ലി ഞാൻ ഇതിൽ നിന്ന് മാനസാന്തരപ്പെടണം. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? അപ്പോൾ വിഗ്രഹങ്ങളും നിയമലംഘനങ്ങളും നിർജീവ പ്രവർത്തികളിൽ നിന്ന് നമ്മൾ മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിച്ചാലേ എന്തുള്ളൂ? രക്ഷയുള്ളൂ. മാനസാന്തരം ഇല്ലാത്ത വിശ്വാസമാണ് ഇന്ന് പൊതുവേ കേൾക്കുന്നത്. അതെ, വിശ്വസിക്കാമെന്ന് പറയും, 5 മിനിറ്റ് കൊണ്ട് മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗവും തീർന്നു. ഇത് കണ്ടോ, നമ്മൾ എത്ര ആഴ്ച എടുത്ത് ഇപ്പോൾ മാനസാന്തരം ഒന്ന് കവർ ചെയ്യാൻ തന്നെ. ഇത് തന്നെ വളരെ അടിസ്ഥാനപരമായ കാര്യമേ പറഞ്ഞുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ പോയി നല്ലപോലെ ധ്യാനിക്കണം. വിഗ്രഹാരാധന മാനസാന്തരപ്പെട്ടോ? അതോ പോണ വഴി വല്ല മൂർത്തിയുടെ മുന്നിലൊക്കെ കയറി വല്ലതൊക്കെ കാണിച്ചു കൂട്ടാറുണ്ടോ? മാനസാന്തരപ്പെടണം. അതുപോലെ അകൃത്യങ്ങൾ മാനസാന്തരപ്പെടണം. ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച 15 കാര്യങ്ങൾ കണ്ടു. അതെല്ലാം മാനസാന്തരപ്പെടാനുള്ളതാണ്. പിന്നെ ഇന്ന് നമ്മൾ കണ്ടു, കർത്താവിനെ വേണ്ടെന്നും വെച്ചിട്ട് എൻ്റെ സ്വയം പ്രവൃത്തിയിൽ ഞാൻ ഒരു നീതീകരണം, ഒരു നീതിമാനായി കർത്താവിൻ്റെ മുമ്പിലെത്താം, ആ ഏണി കയറാം, അല്ലെ ആ ത്രാസിൽ എൻ്റെ നല്ല പ്രവൃത്തികൾ കൊണ്ട് എനിക്ക് അങ്ങ് എത്താമെന്ന് ചിന്തിക്കുന്ന സ്വയനീതി, നിർജീവ പ്രവൃത്തികൾ മാനസാന്തരപ്പെടും. ഇതെല്ലാം മാനസാന്തരപ്പെട്ടിട്ടേ നമുക്ക് വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അത് അടുത്ത ആഴ്ച തൊട്ട് തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും മൗനമായിരിക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ബോധ്യം തരികയാണ്, നിങ്ങൾ സ്വയനീതിയിൽ ആശ്രയിച്ച് നീങ്ങുകയാണ്, അല്ലാതെ കർത്താവിലല്ല നീതി അന്വേഷിക്കുന്നതെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് കർത്താവിനോട് പറയണം, എനിക്ക് അങ്ങ് കടമായി നൽകുന്ന, ഭിക്ഷയായി നൽകുന്ന നീതി മതി, എൻ്റെ സ്വയനീതി എനിക്ക് വേണ്ട. അത് പറയാൻ, ആത്മാർത്ഥമായിട്ട് പറയാൻ ദൈവം നിങ്ങളേവരെയും സഹായിക്കുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് മൗനമായിരുന്ന് പ്രാർത്ഥിച്ച് ഈ യോഗം അവസാനിപ്പിക്കാം. പരിശുദ്ധാത്മാവ് ബോധ്യം നൽകുന്ന വിഷയത്തിൽ അവനോട് പ്രതികരിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, ഈ കേട്ട വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവ്, ഈ വചനത്തിൻ്റെ ആഴങ്ങൾ പരിശുദ്ധാത്മാവിലൂടെ നിന്റെ ജനത്തിന് ഇത് വെളിപ്പെടുത്തി അവർക്ക് മനസ്സിലാക്കി കൊടുത്താട്ടെ കർത്താവേ. നീതീകരണം ക്രിസ്തുവിലൂടെ മാത്രം. ആത്മാവിൽ ദരിദ്രന്മാർ ഭാഗ്യവാന്മാർ. സ്വയനീതിയിലുള്ള നീതീകരണം വേണ്ട. എൻ്റെ ജഡത്തിലൊരു നന്മയുമില്ല, എനിക്ക് ക്രിസ്തുവിൽ കടമായി സൗജന്യമായി ലഭിക്കുന്ന നീതി മതിയെന്ന് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ആത്മാർത്ഥമായിട്ട് അനുതപിച്ച് ഏറ്റുപറയുവാൻ ഞങ്ങളേവരെയും നീ സഹായിക്കണമേ കർത്താവേ. ഞങ്ങൾ ഓരോ ആഴ്ചയും സഭയിൽ കടന്നു വന്ന് പഠിക്കുന്നതൊന്നും നീതീകരണത്തിനുള്ള പാതയായിട്ട് കാണാതെ കർത്താവേ, നിന്നിൽ ആശ്രയിച്ച് വിശ്വസിച്ച് നിന്നിലൂടെ സൗജന്യമായി ലഭിച്ച നീതീകരണത്തിൽ അടങ്ങിയിരുന്നു കൊണ്ട് വിശുദ്ധിയിലേക്ക് വളരുവാനുള്ള മാർഗമായിട്ട് കാണുവാൻ, തിരിച്ചറിയുവാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ വ്യക്തികൾക്കും അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആത്മാവ് തന്നെ ഇത് വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മതപരമായ അനുഷ്ഠാനങ്ങളിലുള്ള അവരുടെ ആശ്രയം നീയായിട്ട് തകർക്കണം കർത്താവെ. അന്ധവിശ്വാസം എന്ന നുകം നീ തകർക്കണം കർത്താവെ. യേശു ക്രിസ്തുവിൽ മാത്രം വിശ്വസിച്ച് അടങ്ങിയിരുന്ന അവനിലൂടെ സൗജന്യമായി ലഭിക്കുന്ന നീതി മാത്രം മതി, എൻ്റെ രക്ഷയ്ക്ക് അത് മതി എന്ന് പറയുവാൻ ആഴമായ വിശ്വാസം ജനിപ്പിക്കുന്ന മാനസാന്തരം ഞങ്ങൾക്ക് ഏവർക്കും നൽകിയാട്ടെ എന്ന്
യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു പിതാവേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.